എക്സസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് 2.1. Two charges 5 into 10 raised to minus 8 coulomb and minus 3 into 10 raised to minus 8 coulomb are located 60 centimeter apart. At what point on the line joining the two charges is the electric potential zero? Take the potential at the infinity to be zero. അപ്പൊ എന്താ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഒരു ന്യൂട്രൽ പോയിന്റിൽ, അതായത് രണ്ട് ചാർജ് എന്ത് ചെയ്യുന്നു, 60 സെന്റിമീറ്റർ അപ്പാർട്ടിൽ ഇരിക്കുന്നു. ഇവിടെ എന്തുണ്ട്, 5 into 10 raised to minus 8 കുളോമ്പും ഉണ്ട്. അതിന് ഇവിടെ -3 into 10 raised to minus 8 കുളോമ്പും ഉണ്ട്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 60 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു പോയിന്റിൽ ഒരു ന്യൂട്രൽ പോയിന്റ്, അതായത് പൊട്ടൻഷ്യൽ സീറോ ആവുന്ന രണ്ട് പോയിന്റ് വരും. അതായത് രണ്ട് ചാർജസ് എന്താണ്, ഒരു ഡിസ്റ്റൻസ്, ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ് അകലെയാണെങ്കിൽ അവിടെ രണ്ട് പോയിന്റിൽ എന്ത് വരുവാടാ, പൊട്ടൻഷ്യൽ സീറോ വരും. അല്ലെങ്കിൽ രണ്ട് ന്യൂട്രൽ പോയിന്റ് ഉണ്ടെന്ന് നമുക്ക് പറയാം. എവിടെയായിരിക്കും എന്നറിയാവോ? ഇതിലിപ്പം നമ്മൾ രണ്ട് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം. മാഗ്നിറ്റ്യൂഡ്, സൈൻ അല്ല, മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ഏത് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് ആണോ കുഞ്ഞ്, അതായത് കുഞ്ഞ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ചാർജിന്റെ എന്താണ്, രണ്ട് സൈഡിലായിട്ടായിട്ട് എന്തുണ്ടാവും, രണ്ട് ന്യൂട്രൽ പോയിന്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യൽ സീറോ ആവുന്ന പോയിന്റ് ഏത് ചാർജിന്റെ അടുത്തോട്ടാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ പറയാൻ പറ്റും. ഏത് ചാർജിന്റെ അടുത്തോട്ടായിരിക്കും? 3 into 10 raised to minus 8 കുളോം. കാരണം മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ എന്താണ്, ഇതാണ് നമ്മുടെ കുഞ്ഞു വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ 3 into 10 raised to minus 8 കുളോമ്പിന്റെ എന്താ സൈഡിലോട്ട്, ഒന്നെങ്കിൽ അതിന്റെ അകത്ത് ഇതിന്റെ അടുത്തോട്ട് വരാൻ, അല്ലെങ്കിൽ പുറത്ത് ഇതിന്റെ സൈഡിലോട്ട് ആയിരിക്കും എന്ത് മക്കളെ, ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത്. അകത്തായാലും പുറത്തായാലും എന്താക്കി, ഇതിന്റെ ഒരു സൈഡിലായിരിക്കും എന്ത്, ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ സീറോ ആവുന്ന പോയിന്റ്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ എവിടെയെങ്കിലും ആണ്, അതായത് അകത്തെ പോയിന്റ് എടുക്കാം. കേസ് 1 ആയിട്ട് ഇന്നർ പോയിന്റിലാണ് പൊട്ടൻഷ്യൽ സീറോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് പൊട്ടൻഷ്യൽ സീറോ ആവുന്ന പോയിന്റ് എങ്കിൽ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കാം. ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിട്ട് എടുക്കാടാ, എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര വരും, അതായത് ഈ ഒരു ചാർജ് 5 into 10 raised to minus 8 കൂടുമ്പോൾ ഈ ഒരു പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് എത്ര വരും, 60 minus x വരും. അല്ലെങ്കിൽ നമുക്ക് മീറ്ററിൽ ഇടുവാണെങ്കിൽ 0.16 minus x എന്ന് വരും. ഓക്കെ അല്ലേ? 0.16 minus x എന്ന് വരും. ഇനി നമുക്ക് ഇന്നർ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കും. ഈ ഒരു പോയിന്റിൽ എന്തായിരിക്കും പൊട്ടൻഷ്യൽ, ഈ ഒരു ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും സീറോ ആയിരിക്കും. ടോട്ടൽ പൊട്ടൻഷ്യൽ സീറോ ആയിരിക്കും. ആ ഇത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. എന്താ മക്കളെ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ? 1/4πε0 into q/r. ഇതല്ലേ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. V1 ഡ്യൂ ടു, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മുടെ Q1 എന്ന് പറയുന്ന ചാർജും, അല്ലെങ്കിൽ ഇത് Q2 എന്ന് പറയുന്ന ചാർജും, ഇത് Q1. അപ്പൊ പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 എടുത്തു നോക്കാം. പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q1 എത്ര വരും ഇവിടെ പറഞ്ഞേ, 1/4πε0 into -3 into 10 raised to minus 8 ഡിവൈഡഡ് ബൈ, അവിടെ R എത്രയാണ്, എക്സ് ആണ്. ഇനി V ഡ്യൂ ടു Q2 എടുത്തു നോക്കാം. അപ്പൊ എന്തേലും 1/4πε0 into അവിടുത്തെ ചാർജ് 5 into 10 raised to minus 8 ഡിവൈഡഡ് ബൈ 0.16 minus 8. ഓക്കെ അല്ലേ? ഇത് നമുക്ക് V1 എന്നും ഇത് V2 എന്നും റെപ്രസെന്റ് ചെയ്യാം. V1 plus V2 എന്തായിരിക്കും മക്കളെ, സീറോ ആയിരിക്കും. കാരണം അവിടുത്തെ പൊട്ടൻഷ്യൽ സീറോ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 1/4πε0 into -3 into 10 raised to minus 8 divided by x plus 1/4πε0 into 5 into 10 raised to minus 8 divided by 0.16 minus x is equal to 0. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, 1/4πε0 into 5 into 10 raised to minus 8 divided by 0.16 minus x is equal to 1/4πε0 into 3 into, ഈ മൈനസ് അങ്ങ് പുറത്ത് വരുമ്പോൾ 3 into 10 raised to minus 8 ഡിവൈഡഡ് ബൈ എന്ത് വരും, എക്സ് എന്ന് വരും. 1/4πε0 രണ്ടിടത്തും ക്യാൻസൽ ചെയ്താലേ, 10 raised to minus 8 10 raised to minus 8 ക്യാൻസൽ ചെയ്താലേ. അപ്പൊ 5 ഡിവൈഡഡ് ബൈ 0.16 minus x is equal to 3/x എന്ന് കിട്ടും. 5x is equal to 0.48 minus 3x. ഇവിടുന്ന് 3x ഇനി വന്നാൽ 8x is equal to 0.48 എന്ന് വരും. x is equal to 0.48 ഡിവൈഡ് ബൈ 8 എന്ന് വരും. അത് എത്ര കിട്ടും മക്കളെ, 0.48 ഡിവൈഡ് ബൈ 8 വരും. അത് എത്ര കിട്ടും, 0.06 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി ഈ ഒരു പൊട്ടൻഷ്യൽ സീറോ ആവുന്നത് അറ്റ് വാട്ട് പോയിന്റ്സ് എന്നല്ലേ ചോദിച്ചത്. ഇൻസൈഡിലാണെങ്കിൽ പൊട്ടൻഷ്യൽ സീറോ ആവുന്നത് എവിടെയാന്ന് പറയാം, 0.06 മീറ്റർ ഫ്രം ഏത് ചാർജാ,
Q1 ചാർജിൽ, അതായത് -3 × 10⁻⁸ കൂളും. അവിടെ ആയിരിക്കും എന്താവുന്നത്, പൊട്ടൻഷ്യൽ 0 ആവുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഇൻസൈഡിലാണെങ്കിൽ 0.06 മീറ്റർ, -3 × 10⁻⁸ നിന്ന് 0.06 മീറ്ററിലാണ് പൊട്ടൻഷ്യൽ 0 ആവുന്നത്. നമ്മൾ പറഞ്ഞതും കറക്റ്റ് അല്ലേ? കാരണം എന്താ, ഇത് 0.06 മീറ്റർ ആണെങ്കിൽ 5 × 10⁻⁸ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാ? 0.16 - 0.06 എടുക്കുമ്പോൾ 0.1 മീറ്റർ എന്ന് വരും. കണ്ടോ? അപ്പൊ ഇവിടുന്ന് ദൂരെയായി പൊട്ടൻഷ്യൽ 0 ആവുന്നത്. ആരുടെ അടുത്ത പൊട്ടൻഷ്യൽ 0 ആയിട്ടുള്ളത്? നമ്മുടെ കുഞ്ഞി മാഗ്നിറ്റ്യൂഡുള്ള ചാർജിന്റെ അടുത്ത് തന്നെയാണ്. ആ കേസ് ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് സെക്കൻഡ് ഔട്ട്സൈഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഔട്ട്സൈഡ് പോയിന്റിലാണെങ്കിൽ കണ്ടുപിടിക്കാം. ഔട്ട്സൈഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിഗർ എങ്ങനെ വരയ്ക്കാടാ? ഇത് നമ്മുടെ ഇവിടെ എന്തുണ്ട്? 5 × 10⁻⁸ ഉണ്ട്. ഇവിടെ -3 × 10⁻⁸ കൂളോം ഉണ്ട്. ഈ ഒരു ഡിസ്റ്റൻസ് 0.16 മീറ്റർ ആണ്. നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ചെറുതുള്ളതിന്റെ ഇപ്പുറത്തോട്ടായിരിക്കും പൊട്ടൻഷ്യൽ 0 ആവുന്ന പോയിന്റ്. ഇതായിരിക്കട്ടെ പൊട്ടൻഷ്യൽ 0 ആവുന്ന പോയിന്റ്. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് x ആണ്. അപ്പൊ ഈ ചാർജിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 0.16 + x ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 അല്ലേ? അപ്പൊ നമുക്ക് ഓരോന്ന് വീതം കണ്ടുപിടിക്കാം. V1 = പൊട്ടൻഷ്യൽ ഡ്യൂ ടു, ഇത് നമുക്ക് Q2 എന്നും ഇത് Q1 എന്നും എടുക്കാം. Q1 = എങ്ങനെ എഴുതാം? 1/4πε0 × -3 × 10⁻⁸ / x. V2 എന്ന് പറഞ്ഞാൽ V ഡ്യൂ ടു Q2, പൊട്ടൻഷ്യൽ ഡ്യൂ ടു Q2. അത് എത്ര വരും? 1/4πε0 × 5 × 10⁻⁸ / 0.16 + x എന്ന് വരും. ഇവരും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത് രണ്ടും കൂടെ കൂട്ടുന്ന എന്തിന് ഈക്വൽ ആയിരിക്കും? V1 + V2 0ക്ക് ഈക്വൽ ആവണം. അതാണ് പൊട്ടൻഷ്യൽ 0 എന്ന് പറയുന്നത്. അപ്പൊ 1/4πε0 എന്ത് വരുവാടാ? -3 × 10⁻⁸ / x + 1/4πε0 × 5 × 10⁻⁸ / 0.16 + x = 0. ഇവിടെ നിന്ന് എനിക്ക് 1/4πε0 അപ്പുറത്ത് നമ്മൾ രണ്ട് ക്യാൻസൽ ആയി പോകും. ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാടാ? 5 × 10⁻⁸ / 0.16 + x = 3 × 10⁻⁸ / x. ഇങ്ങനെ എഴുതിക്കൂടെ? ഇത് ഈക്വൽ ടു ഇപ്പുറത്ത് ഈ 1/4πε0 രണ്ടിടത്ത് വെട്ടിപ്പോ. അതാ ഈ ഒരു സ്റ്റെപ്പിൽ പറഞ്ഞത്. ഇനി ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? ഈ 10⁻⁸ 10⁻⁸ വെട്ടിപ്പോയി 5x = 0.48 + 3x എന്ന് വരും. ഇവിടെ നിന്ന് 2x = എന്ത് വരും? 5x = 0.48 + 3x എന്നു. ഇവിടുന്ന് 3x വരുമ്പോൾ 2x = 0.48 വരും. x എത്ര വരും? 0.24 മീറ്റർ എന്ന് വരും. എത്ര വരും? 0.24 മീറ്റർ എന്ന് വരും. ഓക്കെ അല്ലേ? അതായത് ഈ -3 × 10⁻⁸ നിന്ന് 0.24 മീറ്റർ അകലെയാണ്. 0.24 മീറ്റർ എവേ ഫ്രം -3 × 10⁻⁸ കൂളോമ്പിലാണ് എന്തുള്ളത്? പൊട്ടൻഷ്യൽ 0 ആകുന്നതെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? അത് ഓരോന്നിന്റെ എവിടുന്നാന്നുള്ളത് ഓർത്തിരിക്കണം കേട്ടോ. ഇപ്പൊ നമുക്ക് എൻട്രൻസ് ലെവലിൽ ചോദിക്കുമ്പോൾ നമുക്ക് ചോദിക്കുക എന്താണ്? 5 × 10⁻⁸ നിന്ന് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് പൊട്ടൻഷ്യൽ 0 ആണ്. അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോൾ ഈ എക്സ് കണ്ടുപിടിച്ചങ്ങ് നിർത്തല്ലേ. അവിടെ നിന്നാണെങ്കിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അവിടെ നിന്നാണെങ്കിൽ 0.16 + x വരും. അപ്പൊ 0.16 + എന്ത് വരും? 0.24 മീറ്റർ. എത്ര വരും? 0.16 + 0.24 വരും. അത് 0.14. അപ്പൊ എങ്ങനെ എഴുതണം? 0.4 മീറ്റർ എവേ ഫ്രം ആരെന്നും കൂടെ അറിഞ്ഞിരിക്കണം മക്കളെ. 5 × 10⁻⁸ കൂളോംബാന്ന് അറിയിക്കണം. എവിടെ നിന്നാന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ആൻസർ എഴുതാൻ പഠിക്കണം. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ യൂഷ്വൽ മെത്തേഡ്. നമ്മൾ എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് വഴിയാണ് ഇപ്പൊ നമ്മൾ ഇത് ചെയ്തത്. ഇനി നമുക്ക് എൻട്രൻസ് ലെവലിൽ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യും? ഇത് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. എന്താ ഇക്വേഷൻ എന്നറിയാവോടാ? ആ ഇക്വേഷനെ നമ്മൾ ഇനി പറയാമോ? അതായത് ഒരു ന്യൂട്രൽ പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, ന്യൂട്രൽ അല്ലെങ്കിൽ സീറോ പൊട്ടൻഷ്യൽ പോയിന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആദ്യം നമ്മൾ അറിയേണ്ടത് സീറോ പൊട്ടൻഷ്യൽ പോയിന്റ് എപ്പോഴും ഉണ്ടാവുക സ്മാളർ ചാർജിന്റെ ഏതർ സൈഡിലായിരിക്കും. ഒന്നെങ്കിൽ സ്മാളർ ചാർജിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്മാളർ ചാർജിന്റെ പുറത്ത്. എന്നാലും ആ സ്മാളർ ചാർജിന് അടുത്തായിട്ടായിരിക്കും എന്തുണ്ടാവുക? സീറോ പൊട്ടൻഷ്യൽ പോയിന്റ് ഉണ്ടാകുക. അപ്പൊ ഈ ഒരു ഫിഗർ നോട്ട് ചെയ്യണേ. അതായത് ഇതാണ് നമ്മുടെ Q1, ഇത് നമ്മുടെ Q2. ഓക്കെ അല്ലേ? ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് R. എനിക്ക് ഇവര് തമ്മിലുള്ള അതിൻ്റെ എനിക്കറിയാം Q2 എന്ന് പറയുന്നത് എന്താണ്? കുഞ്ഞാണ് Q1-നേക്കാളും. Q1-ന്റെ മാഗ്നിറ്റ്യൂഡിനേക്കാളും Q2-ന്റെ മാഗ്നിറ്റ്യൂഡ് കുഞ്ഞാണ്.
അതായത് അപ്പൊ Q2 ആ കുഞ്ഞി ചാർജ് എന്നാ. അപ്പൊ ഇവിടെ സീറോ പൊട്ടൻഷ്യൽ പോയിന്റ് വരുന്നത് രണ്ട് സ്ഥലത്തായിരിക്കും. ഒന്ന് Q2ന്റെ ഈ ഒരു സൈഡിൽ ഇവിടെ അടുത്തോട്ടും വരും, പിന്നെ Q2ന്റെ ഈ ഒരു സൈഡിൽ ഇവിടെ അടുത്തോട്ടും വരും. Q2ന്റെ അടുത്തായിരിക്കും എന്ത് വരിക, സീറോ പൊട്ടൻഷ്യൽ പോയിന്റ് വരാം. എനിക്ക് ഈ ഡിസ്റ്റൻസ് എക്സ് എന്നും ഈ ഡിസ്റ്റൻസ് വൈ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഔട്ട്സൈഡ് പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് വൈയും എന്താ ഇൻസൈഡ് പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ്. അത് ആരിൽ നിന്നുള്ളത്, ആ കുഞ്ഞി ചാർജിന്റെ അടുത്തായതുകൊണ്ട് കുഞ്ഞി ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഇവിടുന്ന് എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് അറിയാവോടാ, കുഞ്ഞി ചാർജ് Q2ന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു അവർ തമ്മിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസ് ആർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് Q1 പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് Q2 ഈക്വൽ ആയിരിക്കും. ഇത് എക്സ്. ഇനി ഔട്ട്സൈഡ് പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് വൈ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് Q2 ഇൻറ്റു ആർ, അത് കറക്റ്റ് ആണ്, ഡിവൈഡഡ് ബൈ എന്ത് വരും, മാഗ്നിറ്റ്യൂഡ് ഓഫ് Q1 മൈനസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് Q2 എടുത്താൽ മതി. കണ്ടോ, ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഇത്രയും ചെയ്തുകൊണ്ടിരിക്കണം, കുറെ ടൈം എന്ത് ചെയ്യാൻ പറ്റും, ലാഭിക്കാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷനും നോട്ട് ചെയ്യണം. ഇൻസൈഡിലെ പോയിന്റ് ആണെങ്കിൽ ഔട്ട്സൈഡിലെ പോയിന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണോടാ, ഇത് നോട്ട് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ഇത് മറന്നുപോലെ ജസ്റ്റ് നമ്മുടെ ഷോർട്ട് നോട്ടിലൊക്കെ എഴുതി ഈ രണ്ട് പോയിന്റ്സ് നോട്ട് ചെയ്തിരിക്കണം. ഇതറിയും നമുക്ക് ഇത്രയും ചെയ്തുകൊണ്ടിരിക്കണം. ഇത്രയും ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ഇതറിയും നമുക്ക് കുറച്ചുകൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ ഈ ക്വസ്റ്റ്യൻ ഇതൊന്ന് പെട്ടെന്ന് ചെയ്ത് നോക്കാം. അതായത് ഔട്ട്സൈഡ് പോയിന്റ് കണ്ടുപിടിക്കാനല്ലായിരുന്നോ? അപ്പൊ y ഈസ് ഈക്വൽ ടു Q2 ആണ് എന്ത്, കുഞ്ഞി ചാർജ്. ഇവിടെ കുഞ്ഞി ചാർജ് ചെയ്താൽ 3 × 10⁻⁸ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. 3 × 10⁻⁸ ഇൻറ്റു ആർ എത്രയാ മക്കളെ, ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.16 ഡിവൈഡഡ് ബൈ Q1 മൈനസ് Q2, അത് മാഗ്നിറ്റ്യൂഡിന്റെ ഡിഫറൻസ് എടുക്കുന്നത്. അപ്പൊ 5 × 10⁻⁸ 3 × 10⁻⁸ പോകണം. അപ്പൊ 2 × 10⁻⁸. ഈ 10⁻⁸ രണ്ടിടത്ത് വെട്ടിപ്പോ ഇതും ചെയ്യുമ്പോൾ എത്ര കിട്ടും, 0.08 എന്നിട്ട് 0.08 × 3 ഇട്ട് എത്ര കിട്ടും, 0.24 എന്ന് കിട്ടും. കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? ഈ ഒരു ഒറ്റ സ്റ്റെപ്പിൽ വൈയിലോട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ് കിട്ടി, 0.24 മീറ്റർ ആണ് കിട്ടി. നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. എക്സ് അല്ലേ കണ്ടുപിടിക്കണ്ടേ, ഇൻസൈഡ് പോയിന്റിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു കണ്ടുപിടിക്കണ്ടേ. ഇൻസൈഡിലുള്ള പോയിന്റിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ കുഞ്ഞി ചാർജ്, അതായത് ആ 3 × 10⁻⁸ എപ്പോഴും ഓർക്കാം, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുക, ഇൻറ്റു അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.16 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് ചെയ്യണം, അവർ തമ്മിൽ ആഡ് ചെയ്യണം. 5 × 10⁻⁸ 3 × 10⁻⁸ എത്ര വരും, 8 × 10⁻⁸ എന്ന് വരും. ഇതും വെട്ടിപ്പോവും. പോയിന്റ് എത്ര കിട്ടും, 3 × 0.16 0.48 ബൈ എത്രയെന്ന് കിട്ടും, 8 എന്ന് കിട്ടും. അത് എത്ര കിട്ടും, 0.06 മീറ്റർ എന്ന് കിട്ടും. കണ്ടോ, വിത്തിൻ 1 സ്റ്റെപ്പ് നമുക്ക് എന്ത് കിട്ടി, ആൻസർ. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതും കൂടെ ഓർത്തിരിക്കും. ഈ രണ്ട് ഇക്വേഷനും ഇത് ഇങ്ങനെയും ചെയ്യാം, അല്ല നമ്മൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ എങ്ങനെ ചെയ്യണം, ഈ നമുക്ക് വിത്തിൻ സെക്കൻഡ്സിന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. ഈ രണ്ട് ഇക്വേഷനും നോട്ട് വയ്ക്കാം. ഓക്കെ അല്ലേ? ഇൻസൈഡ് പോയിന്റ് ആണെങ്കിൽ ജസ്റ്റ് കാണാതെ ഒന്നും പഠിക്കണ്ട, നമുക്കറിയാം എന്നാൽ കുഞ്ഞി ചാർജിന്റെ അടുത്താണ് പൊട്ടൻഷ്യൽ 0 ആവും. അപ്പൊ ഇൻസൈഡ് പോയിന്റ് ആണെങ്കിൽ ആ കുഞ്ഞി ചാർജ് ഇൻറ്റു അവരുടെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള എന്തെടുക്കണം, സം എടുക്കണം. ഔട്ട്സൈഡ് പോയിന്റ് ആണെങ്കിൽ കുഞ്ഞി ചാർജ് ഇൻറ്റു അവർ തമ്മിലുള്ള ആക്ച്വൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ആ രണ്ട് ചാർജസിന്റെ എന്തെടുക്കണം, ഡിഫറൻസ് എടുക്കണം. അങ്ങനെ ജസ്റ്റ് പറഞ്ഞു കൊണ്ട് എന്ത് ചെയ്യാം, ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? Question number 2.2. A regular hexagon of size 10 cm has the charge 5 microcoulomb at each of its vertices. Calculate the potential at the center of the hexagon. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു റെഗുലർ ഹെക്സഗൺ ഉണ്ട്. നമുക്കൊരു ഹെക്സഗണ് വരയ്ക്കാം. ഓക്കെ അല്ലേടാ? ഓക്കെ, ഇതാണ് നമ്മുടെ റെഗുലർ ഹെക്സഗൺ. ഈ റെഗുലർ ഹെക്സഗണിന്റെ സൈഡ് എത്ര തന്നിട്ടുണ്ട്, 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഓരോ വെർട്ടിക്സിലും എന്തുണ്ട്, 5 മൈക്രോകൂളോംബ് ചാർജ് വെച്ചുണ്ട്. ഇവിടെ ഒരു 5 മൈക്രോകൂളോംബ് ഉണ്ട്, ഇവിടെ ഒരു 5 മൈക്രോകൂളോംബ് ഉണ്ട്, ഇവിടെ ഒരു 5 മൈക്രോകൂളോംബ് ഉണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയും ഉണ്ട്. എനിക്ക് ഇതിന്റെ ഈ സെന്ററിൽ ഇതിന്റെ എല്ലാ വെർട്ടിസസും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്താൽ ഇതിന്റെ ഈ ഒരു സെന്ററിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഹെക്സഗണിന്റെ ഈ സെന്ററിൽ എന്തുണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആ പൊട്ടൻഷ്യലാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനിക്കറിയാം. Q എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ, 5 × 10⁻⁻6 കൂളോംബ് ആണ്. 5 മൈക്രോകൂളോംബ് അല്ലെങ്കിൽ 5 × 10⁻⁻6 കൂളോംബ് ആണ്. ഇനി സൈഡ് എന്ന് പറയുന്നത് L = എത്രയാണ് മക്കളെ, 10 സെന്റിമീറ്റർ ആണ്. ഇത് 10 സെന്റിമീറ്റർ ആണ്, ഇത് 10 സെന്റിമീറ്റർ. അങ്ങനെ എല്ലാ സൈഡും എല്ലാ സൈഡും 10 സെന്റിമീറ്റർ ആണ്. എങ്കിൽ എനിക്ക് പറയാൻ മക്കളെ, ഈ സൈഡും 10 സെന്റിമീറ്റർ, അതായത് ഈ ഒരു ലെങ്ത് ഇല്ലേ, ഇത് 10 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് 10 സെന്റിമീറ്റർ, അതായത് ഈ വെർട്ടെക്സ്, ഈ ഒരു മിഡ് പോയിന്റിൽ നിന്നുള്ള ഓരോ വെർട്ടെക്സിലോട്ടുള്ള ദൂരവും റെഗുലർ ഹെക്സഗണിൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അത് എത്ര ആയിരിക്കും, 10 സെന്റിമീറ്റർ വെച്ച് തന്നെ ആയിരിക്കും. ഇനി എനിക്ക് പറഞ്ഞേ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ
അറ്റ് ദ സെന്റർ ഓ, ആ ഒരു സെന്ററിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നോക്കിയടാ, ഈ ഒരു 5 മൈക്രോ കുളമ്പ് എന്ത് ചെയ്യും, ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. ഈ 5 മൈക്രോ കുളമ്പ് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 5 മൈക്രോ കുളമ്പ് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. ഒരു 5 മൈക്രോ കുളമ്പ്, അതായത് ഈ ഒരു പോയിന്റ് ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? 1/4πε0 into Q/R എന്ന്. അതായത് 1/4πε0 into 5 into 10⁻⁻6 divided by 10 into 10⁻². ആണ്. ഇത് ഒരെണ്ണം. അങ്ങനെ എത്ര ചാർജുകളുണ്ട്? 5 മൈക്രോ കൂളോംബ് ചാർജ് ഉണ്ട്. അപ്പൊ ഇൻറ്റു ഞാൻ എന്ത് ചെയ്യണം? ടോട്ടൽ പൊട്ടൻഷ്യൽ എടുക്കാൻ ഇൻറ്റു 6 ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 1/4πε0 എന്ന് പറഞ്ഞാൽ 9 into 10⁻9 ഇൻറ്റു ഇവിടെ എത്ര രൂപ? 5 into 6 എത്രയാ? 13 ഇൻറ്റു ഇവിടെ 10⁻1 വരും. അത് മുകളിൽ ചെല്ലുമ്പോൾ 10⁻1 ആവും. അതും 10⁻6 10⁻5 ആവും. ഇനി 9 into 3 എത്രയാ? 27 ഇൻറ്റു 10⁻10 into 10⁻5 എത്ര കിട്ടും? 10⁻5 എന്ന് കിട്ടും. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 2.7 into 10⁻6 വോൾട്ട് എന്ന് എഴുതാം. അതായത് സെന്ററിൽ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2.7 into 10⁻6 വോൾട്ട് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? Question number 2.3. Two charges 2 microcoulomb and -2 microcoulomb are placed at points A and B 6 cm apart. ഇവിടെ ഒരു 2 മൈക്രോകൂളോംബ് ഉണ്ട്. പിന്നെ എന്താണ്? പോസിറ്റീവ് അല്ലേ? പിന്നെ ഇവിടെ ഒരു -2 മൈക്രോകൂളോംബ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇത് എ എന്ന് പറയുന്ന പോയിന്റിലും ഇത് ബി എന്ന് പറയുന്ന പോയിന്റിലുമാണ്. എങ്കിൽ ഇവിടെ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. നമുക്കൊന്ന് വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എന്ത് ചെയ്യണം? ഇതൊരു മൈനസ് ചാർജ് ഇല്ലേ? അപ്പൊ ഇതിന് ചുറ്റും എന്ത് ചെയ്യും? കോൺസെൻട്രിക് ഷെൽസ് ആയിട്ട് എന്ത് ചെയ്യും? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഉണ്ടാവും. പക്ഷെ ഇത് തമ്മിൽ കൂട്ടിമുട്ടോ? ഇല്ല, ഇവിടെയും ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇങ്ങനെ ആയിരിക്കും എന്ത് മക്കളെ? ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ചാർജസ് ഇത് രണ്ടും ഡൈപോളായിട്ട് ആക്ട് ചെയ്യത്തില്ല. അപ്പൊ ഡൈപോളിനുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഇങ്ങനെ ആയിരിക്കും. ഇനി വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എവരി പോയിന്റ് ഓൺ ദിസ് സർഫസ്? ഈ ഒരു സർഫസിലെ എവരി പോയിന്റിലെ ഓരോ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ ആയിരിക്കും? ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എപ്പോഴും എവിടെ നിന്ന് നോട്ടാ? ഹയർ പൊട്ടൻഷ്യൽ ലോവർ പൊട്ടൻഷ്യൽ. അപ്പൊ ഇതിന്റെ ഓരോ പോയിന്റും +2 മൈക്രോ കൂളോംബിന്ന് -2 മൈക്രോ കൂളോംബിലോട്ടായിരിക്കും എന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 2.4. A spherical conductor of radius 12 cm has the charge of 1.6 into 10⁻⁻n coulomb distributed uniformly on its surface. What is the electric field? ഒരു സ്പെറിക്കൽ കണ്ടക്ടർ ഉണ്ട്. ആ കണ്ടക്ടറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 12 സെന്റിമീറ്റർ ആണ്. ആ സ്പെറിക്കൽ കണ്ടക്ടറിന്റെ ചാർജ് 1.6 into 10⁻⁻n കൂളോംബ് എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടപ്പുണ്ട്. എങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം ഓരോ കേസിൽ. ആദ്യം എന്ത് കണ്ടുപിടിക്കേണ്ട? ഇൻസൈഡ് ദ സ്പിയർ. സ്പിയറിന്റെ ഉള്ളിലെ ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്പെറിക്കൽ കണ്ടക്ടർ എന്ന് പറയുന്നത് എത്രയാടാ? 0 ആണ്. വെറുതെ പോയി എഴുതി കണ്ടുപിടിക്കേണ്ട. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഈ സ്പെറിക്കൽ കണ്ടക്ടർ എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? എന്ന് പറയുന്നത് 0 ആയിരിക്കും. സ്പെറിക്കൽ കണ്ടക്ടർ ഈസ് 0. ഓക്കെ അല്ലേ? കാരണം എന്താ? ബിക്കോസ് ഇഫ് എ ഫീൽഡ് ഈസ് ഇൻസൈഡ് ദി കണ്ടക്ടർ, ഒരു കണ്ടക്ടറിനുള്ളിൽ ഫീൽഡ് ഉണ്ടെങ്കിൽ അവിടെ ചാർജസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും, അതിനെ എന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്ത് കളയും. അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് സ്പെറിക്കൽ കണ്ടക്ടർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഔട്ട്സൈഡ് ദി സ്പിയർ. ജസ്റ്റ് ഔട്ട്സൈഡ് ദി സ്പിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു സ്പിയറിന്റെ സർഫസ് എന്ന അർത്ഥം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? E = 1/4πε0 into Q/R² എടുത്താൽ മതി. അപ്പൊ പറഞ്ഞേടാ 1/4πε0യുടെ വാല്യൂ 9 into 10⁻9. Qന്റെ വാല്യൂ 1.6 into 10⁻7 ഡിവൈഡഡ് ബൈ ആറിന്റെ വാല്യൂ എത്രയാ? 12 into 10⁻2 the whole square. അപ്പൊ എങ്ങനെ എഴുതാം? 9 into 10⁻9 into 1.6 into 10⁻7 ഡിവൈഡഡ് ബൈ 12 into 12 into 10⁻4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇതും കൂടെ വെട്ടി എത്ര കിട്ടൂടാ? ഇവിടെ 3ഉം 4 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 3 into 16 into 10⁻8 into 10⁻7 ഡിവൈഡഡ് ബൈ 4 into 12 into 10⁻4 എന്ന് എഴുതാം. ഇവിടെ 1.6നെയാണ് 60 ആക്കി, ഇവിടെ 10⁻8 ആക്കിയത്. ഇതും വെട്ടി എത്ര കിട്ടും? 4 കിട്ടും. ഈ 4ഉം 12 കൂടെ വെട്ടി ഇവിടെ 3 കിട്ടും. ഈ 3യും ക്യാൻസൽ ആയി പോകും. അപ്പൊ പറഞ്ഞേ ഈ 10⁻8 10⁻7 10⁻1 ആവും. ഇൻറ്റു 10⁻4 വരും. അത് എത്ര കിട്ടും? 10⁵ Newton/Coulomb എന്ന് കിട്ടും. എത്ര കിട്ടും? 10⁵ Newton/Coulomb എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് ഔട്ട്സൈഡ് സ്പിയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 10⁵ Newton/Coulomb ആണ്. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ? അറ്റ് എ പോയിന്റ് 80 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ ഓഫ് ദി സ്പിയർ. ആ ഒരു സ്പിയറിന്റെ സെന്ററിൽ നിന്ന് 80 സെന്റിമീറ്റർ ദൂരെ എത്രയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് എന്നത് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും?
E is equal to 1 by 4 pi epsilon 0 into Q divided by R dash square. ഈ R dash എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര ഡിസ്റ്റൻസിലാണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ 1 by 4 pi epsilon 0 9 into 10 raised to 9 ആണ്. ഇൻറ്റു Q എത്രയാ? 1.6 into 10 raised to minus 7 divided by R dash എത്ര വരും? 18 into 10 raised to minus 2 the whole square. That is 9 into 16 എന്നാക്കാം. 16 into 10 raised to 8 into 10 raised to minus 7 divided by 18 into 18 into 10 raised to minus 1 കിട്ടാം. ഓക്കെ അല്ലേ? ഇതും വെട്ടി നമുക്ക് എത്ര കിട്ടും? 2 ഇട്ട് ഈ 2 16 വെട്ടി ഇവിടെ 8 കിട്ടും. 8 18 വെട്ടി ഇവിടെ എത്ര കിട്ടും? 4 കിട്ടും, 9 കിട്ടും. അപ്പൊ 4/9 into 10 raised to 1 into 10 raised to 4 എന്ന് വരും. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാനാ? 14/9 into 10 raised to 4 എന്ന് എഴുതാം. 14/9 എന്ന് പറയുമ്പോൾ അറൗണ്ട് എത്ര കിട്ടും? 4.4 കിട്ടും. അപ്പൊ 4.4 into 10 raised to 4 ന്യൂട്ടൺ പെർ കൂളോംബ് എന്ന് കിട്ടും. അപ്പൊ അറ്റ് എ പോയിന്റ് 80 സെന്റിമീറ്റർ ഫ്രം ദ സെന്റർ ഓഫ് ദ സ്ഫിയർ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 4.4 into 10 raised to 4 ന്യൂട്ടൺ പെർ കൂളോംബ് ആണ്. ഓക്കെ അല്ലേ? എയും ബിയും സിയും ക്ലിയർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2.5. A parallel plate capacitor with air between the plates has a capacitance of 8 pf. അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്, അതിന്റെ ഇടയ്ക്ക് എയർ ആണ്. അതായത് ഇതൊരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അതിന്റെ ഇടയ്ക്ക് എയർ ആണ് ഫിൽ ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടുത്തെ കപ്പാസിറ്റൻസ് 8 pf ആണ്. അതായത് 8 ഇൻറ്റു എന്താ ഒരു പി എഫ് 1 പൈക്കോ ഫാരഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? 10 raised to minus 12 ആണ്. 8 into 10 raised to minus 12 ഫാരഡേ. What will be the capacitance if the distance between the plates is reduced by half and the space between them is filled with a substance of dielectric constant 6? അതായത് ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാം? ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണെന്ന് ഇരിക്കട്ടെ. എയറിലല്ലേ? അപ്പൊ എപ്സിലോൺ 0. അപ്പൊ നമുക്ക് സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് പറഞ്ഞൂടെ? പറയാം. ഇനി എന്തോ പറഞ്ഞിട്ടുള്ളത്? ആ ഒരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് d/2 ആക്കി അല്ലേ? ഇനി അവരുടെ ഇടയിൽ എന്ത് കൊണ്ടുവന്നു? ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് കൊണ്ടുവന്നു. അത് ഫുള്ളി ഫിൽ ചെയ്യുന്ന ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വന്നു. ആ കെയുടെ വാല്യൂ എത്രയാണ്? 6 ആണ്. അപ്പൊ എനിക്ക് സി ഡാഷ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാടാ? എപ്സിലോൺ 0 എപ്സിലോൺ ആർ എ ബൈ ഡി എന്നല്ലേ ഇക്വേഷൻ? അതെ. ഇവിടെ എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ എത്രയാണ്? 6 ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ഇത് എത്രയാവും? d/2 ആവും. അപ്പോ 6 ഇൻറ്റു 2 ഇൻറ്റു എപ്സിലോൺ 0 എ ബൈ ഡി എന്ന് കിട്ടും. എപ്സിലോൺ 0 എ ബൈ ഡിയുടെ വാല്യൂ എത്രയാ? 8 ഇൻറ്റു 10 raised to minus 12. അപ്പോ 12 ഇൻറ്റു 8 ഇൻറ്റു 10 raised to minus 12 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 96 ഇൻറ്റു 10 raised to minus 12 ഫാരഡേ എന്ന് കിട്ടും. പിന്നെ എങ്ങനെ എഴുതാം? 96 പൈക്കോ ഫാരഡേ എന്ന് എഴുതാം. എനിക്കൂടെ അപ്പൊ ആൻസർ എത്ര വരും? പുതിയ കപ്പാസിറ്റൻസ് 96 pf എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് Question number 2.6. 3 capacitors, each of capacitors 9 pf are connected in series. അതായത് 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ആ 3 കപ്പാസിറ്റേഴ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 9 pf ആണ്. അത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 9 pf ആണ്, ഇത് 9 pf ആണ്, ഇത് 9 pf ആണ്. ഓക്കെ അല്ലേ? അപ്പൊ സീരീസ് കണക്ഷൻ ആണെങ്കിൽ ഇക്വലന്റ് കപ്പാസിറ്റേഴ്സിന്റെ ഇക്വേഷൻ എങ്ങനെയാ? 1/c is equal to 1/c1 plus 1/c2 plus 1/c3 എന്നാണ് അല്ലേ? ഇവിടെ 3 ഈക്വൽ അല്ലേടാ? അപ്പൊ എനിക്കിതിനെ എങ്ങനെ എഴുതാടാ? എനിക്കിതിനെ 3/c എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോ 1/c ഇക്വലന്റ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ 9 pf എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എത്ര കിട്ടും? അപ്പൊ എനിക്ക് സി ഇക്വലന്റ് ഈസ് ഈക്വൽ ടു 3 pf എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇക്വലന്റ് കപ്പാസിറ്റേഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റേഴ്സ് ഓഫ് ദി കോമ്പിനേഷൻ എത്ര കിട്ടി? 3 pf എന്ന് കിട്ടി. എ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദി കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു എ 120 വോൾട്ട് സപ്ലൈ? അതായത് ഇതിന്റെ ഓരോ ഇപ്പൊ 3 എണ്ണത്തിനെ കൂടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു കോമ്പിനേഷനെ ഞാൻ 120 വോൾട്ട് സപ്ലൈയിൽ കണക്ട് ചെയ്താൽ ഇതിലെ ഓരോ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഇത് 3 ഈക്വൽ കപ്പാസിറ്റേഴ്സ് അല്ലേ? ഇതിനെ ഞാൻ 120 വോൾട്ട് അപ്പുറത്തോട്ട് എന്ത് ചെയ്തു? കണക്ട് ചെയ്താൽ ആ 120 വോൾട്ട് ഇത് 3ന് എന്താടാ? ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 120 വോൾട്ട് സപ്ലൈ ഇത് 3നും ഈക്വൽ കപ്പാസിറ്റേഴ്സ് ആയതുകൊണ്ട് 3 കപ്പാസിറ്റേഴ്സിന് എന്താവും? ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും മക്കളെ? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ എനിക്ക് പറയാം, എങ്ങനെ പറയാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതായത് വി ഡാഷ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു
1/3 ഓഫ് ദ സപ്ലൈ വോൾട്ടേജ്. അതായത് അത് എന്ത് ചെയ്യും, 3 ഈക്വൽ പാർട്സ് ആയിട്ട് എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. 1/3 ഓഫ് ദ സപ്ലൈ വോൾട്ടേജ്. അപ്പൊ പറയടാ, ഓരോന്നിനും കിട്ടിയ വോൾട്ടേജ് എത്രയായിരിക്കും? എടാ, ഓരോന്നിനും കിട്ടിയ വോൾട്ടേജ് V ഡാഷ് ഇസ് ഈക്വൽ ടു V/3 ആയിരിക്കും. V എത്രയാടാ? 120. ദാറ്റ് ഈസ് 120/3 is equal to 14 volt എന്ന് കിട്ടും. Therefore, potential difference across each capacitors will be equal to 14 volt. Okay അല്ലേ? Okay, next question. Question number 2.7. 3 capacitors of capacitance 2pf, 3pf and 4pf are connected in parallel. What is the total capacitance of the combination? 3 capacitors ഉണ്ട്. ഏതൊക്കെയാണ്? 2 picofarad, 3 picofarad, 4 picofarad. ഇവർ 3 പേരും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. എങ്കിൽ ഈ ഒരു കോമ്പിനേഷന്റെ എന്താണ് ടോട്ടൽ കപ്പാസിറ്റൻസ് ആ ക്വസ്റ്റ്യൻ. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ സി ഇക്വലന്റിന്റെ ഇക്വേഷൻ എന്താ? 3 എണ്ണം ഉണ്ടെങ്കിൽ C1 plus C2 plus C3. ദാറ്റ് ഈസ് 2 picofarad plus 3 picofarad plus 4 picofarad എന്ന് കിട്ടാം. 3 plus 4 7 plus 2 9. ദാറ്റ് ഈസ് 9 picofarad ആയിരിക്കും എന്ത് കോമ്പിനേഷന്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ബി ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദി കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു എ 100 വോൾട്ട് സപ്ലൈ. അതായത് ഒരു 100 വോൾട്ട് സപ്ലൈയിലോട്ട് ഈ ഒരു കോമ്പിനേഷൻ കണക്ട് ചെയ്താൽ ഓരോ കപ്പാസിറ്ററിനും ഉണ്ടാവുന്ന ചാർജ് എത്രയാണ് ക്വസ്റ്റ്യൻ. അപ്പോ വോൾട്ടേജ് അക്രോസ് ഓൾ 3 കപ്പാസിറ്റേഴ്സ് വി എന്ന് പറയുന്നത് എത്രയാണ്? 100 വോൾട്ട് ആണ്. ആ വി എന്ന് പറയുന്നത് ഇത് പാരലൽ അല്ലേ? അതായത് ഇതൊരു 2 picofarad ആണ്. ഇവിടെ എന്തുണ്ട്? 3 picofarad ഉണ്ട്. ഇവിടെ 4 picofarad ഉണ്ട്. ഇവർക്ക് അക്രോസ് ഒരു 100 വോൾട്ട് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 100 വോൾട്ട് ഇവർക്ക് 3 പേർക്ക് ഈക്വൽ ആയിട്ട് കിട്ടും. സീരീസ് അല്ല, പാരലൽ. അപ്പൊ ഇതിന് 100 വോൾട്ട് കിട്ടും, ഇതിന് 100 വോൾട്ട് കിട്ടും, ഇതിന് 100 വോൾട്ട് കിട്ടും. അപ്പൊ വോൾട്ടേജ് 3 സെയിം ആയിരിക്കും. ഇനി ഇവർക്ക് എത്രയാ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ ക്യൂവിന്റെ ഇക്വേഷൻ എന്താ? CV ആണ്. നമ്മൾ അറിഞ്ഞിരിക്കണം Q ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? CV ആണ്. അപ്പൊ ഫോർ C ഈസ് ഈക്വൽ ടു 2 picofarad, ക്യൂവിന്റെ വാല്യൂ എന്താവും? Q ഈസ് ഈക്വൽ ടു C എന്ത് വരും? V എന്ന് വരും. C എത്രയാ അവിടെ? 2 picofarad. അതായത് 2 × 10⁻⁻12 ഇൻറ്റു V എത്രയാ? 100. അപ്പൊ അത് എത്ര കിട്ടൂടാ? 2 × 10⁻10 കൂളോംബ് എന്ന് കിട്ടും. ഇത് ആരുടെയാണ്? 2 അതായത് 2 picofarad അക്രോസ് ഉള്ള ചാർജ് ആണ്. ഇനി അടുത്തത് ഏതാണ്? C ഈസ് ഈക്വൽ ടു 3 picofarad. 3 picofarad അക്രോസ് ഉള്ള കപ്പാസിറ്റൻസിന്റെ ചാർജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? Q3 ഈസ് ഈക്വൽ ടു CV. അവിടെ C എത്രയാണ്? 3 × 10⁻12 ഇൻറ്റു V എത്രയാ? 100. അപ്പൊ എത്ര കിട്ടും? 3 × 10⁻10 കൂളോംബ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ആരുടെയാ? ഫോർ C ഈസ് ഈക്വൽ ടു 4 picofarad. അപ്പോൾ ഉള്ള ചാർജ് എങ്ങനെ കണ്ടുപിടിക്കും? Q4 ഈസ് ഈക്വൽ ടു അവിടെ CV. C എത്രയാണ് മക്കളെ? അവിടെ 4 × 10⁻12 ഇൻറ്റു V എത്രയാണ്? 100. അപ്പൊ എത്ര കിട്ടും? 4 × 10⁻10 കൂളോംബ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഓരോ ചാർജിനും അക്രോസ് ഉള്ള ചാർജ് കണ്ടുപിടിച്ചില്ലേ? ക്ലിയർ ആയില്ലേടാ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 2.8. In a parallel plate capacitor with air between the plates, each plate has an area 6 × 10⁻³ meters square and the distance between the plate is 3 millimeter. Calculate the capacitance of the capacitor. If this capacitor is connected to a 100 volt supply, what is the charge on each plate of the capacitor? അതായത് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. ആ പ്ലേറ്റ്സിന്റെ ഇടയ്ക്ക് എന്താണ്? എയറാണ് ഫിൽ ചെയ്തിരിക്കുന്നത്. ആ 2 പ്ലേറ്റ്സിന്റെ ഏരിയ എത്രാന്ന് തന്നിട്ടുണ്ടടാ? 6 × 10⁻³ മീറ്റർ സ്ക്വയർ ആണ്. ഇനി അവരുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 millimeter ആണ്. 3 × 10⁻³ മീറ്റർ ആണ്. എങ്കിൽ നമ്മൾ കപ്പാസിറ്റൻസ് ആദ്യം കണ്ടുപിടിക്കണം. C ഈക്വൽ ടു ഇക്വേഷൻ എന്താ? ε0 A/D ആണ്. ε0യുടെ വാല്യൂ എന്താണ്? 8.85 × 10⁻12 ആണ്. ഇൻറ്റു ഏരിയ എത്രയാണ്? 6 × 10⁻³ ആണ്. ഡിവൈഡഡ് ബൈ D എത്രയാണ്? 3 × 10⁻³ ആണ്. ഇതപ്പോ എത്ര കിട്ടും? 17.7 × 10⁻12 എന്ന് കിട്ടും. 17.7 × 10⁻12. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദിസ് കപ്പാസിറ്റർ ഇസ് കണക്റ്റഡ് ടു 100 വോൾട്ട് സപ്ലൈ, ഈ ഒരു കപ്പാസിറ്റർ 100 വോൾട്ട് സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്താൽ വാട്ട് ഈസ് ദി ചാർജ് ഓൺ ഈച്ച് പ്ലേറ്റ് ഓഫ് ദി കപ്പാസിറ്റർ? അപ്പൊ നമുക്ക് ചാർജ് ഓൺ കപ്പാസിറ്റർ കണ്ടുപിടിക്കണം. ചാർജ് ഓൺ കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു ചാർജ് ഓൺ കപ്പാസിറ്റർ Q അല്ലേ? Q ഈസ് ഈക്വൽ ടു CV ആണ്. C ഇവിടെ എത്ര കിട്ടി?
17.7 ഇൻറ്റു 10⁻⁻12 ആണ്. വി എത്രയാടാ? 100 വോൾട്ട് അല്ലേ, ഇൻറ്റു 100. അപ്പൊ എത്ര കിട്ടും? 17.7 ഇൻറ്റു 10⁻10 കൂളോംബ് ആണ് ചാർജ് ഓൺ ദി കപ്പാസിറ്റർ എന്ന് പറയും. അപ്പൊ നമുക്ക് ഓരോ പ്ലേറ്റിലും വേണ്ടേ? നമുക്കറിയാം ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഇതാ നമ്മുടെ ഒരു കപ്പാസിറ്റർ എങ്കിൽ ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആയിരിക്കും. ഇതോ മക്കളെ നെഗറ്റീവ്ലി ചാർജ്ഡ് പ്ലേറ്റ് ആയിരിക്കും. അപ്പൊ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേറ്റിലെ ചാർജ് എത്ര കിട്ടും? ചാർജ് ഓൺ 1 സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടാം? ഫസ്റ്റ് സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും. അതായത് പ്ലസ് 17.7 ഇൻറ്റു 10⁻10 കൂളോംബും ചാർജ് ഓൺ സെക്കൻഡ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതായത് ഈ സ്ട്രിപ്പ്, സെക്കൻഡ് സ്ട്രിപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അത് മൈനസ് ആയിരിക്കും അല്ലെ. മൈനസ് 17.7 ഇൻറ്റു 10⁻10 കൂളോംബ് ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേടാ? ഓക്കെ, ഇവിടെ ഏത് ഇക്വേഷനും ജസ്റ്റ് നോട്ട് ചെയ്യണ്ടേ? ഈ ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്തിരിക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2.9. Explain what would happen if in the capacitor given in exercise 2.8 a 3 mm thick mica sheet of dielectric constant is equal to 6 were inserted between the plates. അതായത് എന്ത് ചെയ്യുന്നു നമ്മൾ ഇപ്പൊ ചെയ്ത ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞ ഇടയ്ക്ക് എന്താണ് എയർ ഫിൽഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 3 mm എയർ ആണ് ഫിൽ ചെയ്തെന്നാ പറഞ്ഞത്. ഇനി അവിടെ ഒരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് 6 വാല്യൂ വരുന്ന ഒരു തിക്ക് മൈക്ക ഷീറ്റ് കൊണ്ട് വെക്കുകയാണ് എന്താ ആ പ്ലേറ്റ്സിന്റെ ഇടയ്ക്ക്. എങ്കിൽ കപ്പാസിറ്റേഴ്സ് എന്ത് സംഭവിക്കുമെന്ന ക്വസ്റ്റ്യൻ. ഓരോ പാർട്ടിൽ എപ്പോഴൊക്കെയാ? വൈൽ ദി വോൾട്ടേജ് സപ്ലൈ റിമെയിൻ കണക്റ്റഡ്. വോൾട്ടേജ് സപ്ലൈ കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോഴും അതുപോലെ തന്നെ ആഫ്റ്റർ ദി സപ്ലൈ വാസ് ഡിസ്കണക്റ്റഡ്, സപ്ലൈ ഡിസ്കണക്ട് ചെയ്യുമ്പോഴും. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യം വോൾട്ടേജ് സപ്ലൈ റിമെയിൻ കണക്റ്റഡ് നോക്കാം. വോൾട്ടേജ് സപ്ലൈ റിമെയിൻ കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് സപ്ലൈ ഉണ്ട്. അപ്പൊ ആ ഒരു 100 വോൾട്ട് തന്നെ ആയിരിക്കും എന്തിനു കിട്ടുന്നത്? കപ്പാസിറ്റൻസിനും കിട്ടുന്നത്. അപ്പൊ അവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? സപ്ലൈ വോൾട്ടേജ് 100 വോൾട്ട് ആണ്. അത് നമുക്ക് ക്ലിയർ ആണ്. ഇനി ഒരു ഡയലക്ട്രിക് കോൺസ്റ്റന്റ് മീഡിയം വെച്ചാൽ കപ്പാസിറ്റൻസ് എങ്ങനെ മാറും നമുക്കറിയാം. സി ഡാഷ് എന്ന് പറയുന്നത് പുതിയ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതിന്റെ k ടൈംസ് ആവും. കാരണം നമുക്കറിയാം സി ഇസിക്കൽ ടു ε0 a/d ആണ്. ഒരു ഡയലക്ട്രിക് മീഡിയം വെക്കുമ്പോൾ സി ഡാഷ് ഇസിക്കൽ ടു ε0 a/d വരും. ഈ ε ആണ് k ആവുക. അപ്പൊ ε0 k a/d വരും. അതിനെ എങ്ങനെ എനിക്ക് എഴുതാം? kc എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എത്ര വരും? 6 ഇൻറ്റു നേരത്തെയുള്ള കപ്പാസിറ്റൻസിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? 17.7 ഇൻറ്റു 10⁻12 ആയിരുന്നു. അപ്പൊ എങ്ങനെ എഴുതാം? 17.7 ഇൻറ്റു 10⁻12. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 106 പൈക്കോ ഫാരഡേന്ന് കിട്ടും. പുതിയ കപ്പാസിറ്റൻസ് എത്ര കിട്ടും? 106 പൈക്കോ ഫാരഡേന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ചാർജ് മാറുവാടാ. കപ്പാസിറ്റൻസ്, അതായത് ക്വസ്റ്റ്യൻ അയച്ചു. ഓക്കെ, ഒരു ഡയലക്ട്രിക് മീഡിയം വെച്ചു, എന്താണ് സപ്ലൈ വോൾട്ടേജ് റിമെയിൻ കണക്റ്റഡ് ആണ്. അപ്പൊ അവിടെ ചാർജ് ഉണ്ടാവുമോ? ഉണ്ടാവും. ചാർജ് മാറുമോ? മാറും. കാരണം എനിക്കറിയാം Q ഡാഷ് എന്ന് പറയുന്നത് CV ആണ്. സി മാറിയ എന്ത് മാറും? ചാർജ് മാറും. അപ്പൊ സി ഇവിടെ എത്രയായി? 106 ആയി. അപ്പൊ 106 ഇൻറ്റു എന്ത് വരുവാടാ? 100 എന്ന് വരത്തില്ലേ? 106 ഇൻറ്റു 100 വരും. അപ്പൊ എത്ര കിട്ടും? പറഞ്ഞേ. 106 ഇൻറ്റു 100, 106 PF അല്ലേ? 106 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ അത് അറൗണ്ട് 1.06 ഇൻറ്റു 10⁻8 കൂളോംബ് എന്ന് എഴുതാം. എഴുതിക്കൂടെ? കാരണം എങ്ങനെയാ? ഇത് 106 ഇൻറ്റു 10⁻12 ആണ്. ആ 12 ഈ 100 പോകുമ്പോൾ 10⁻10 വരും. അതിനെ 1.6 ഇൻറ്റു 10 എന്തെന്ന് എഴുതാം? -8 കൂളോംബ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? പുതിയ ചാർജും കിട്ടിയില്ലേ? ഇത് എപ്പോഴാണ്? വോൾട്ടേജ് സപ്ലൈ റിമെയിൻ കണക്റ്റഡ് ആകുമ്പോൾ ഉള്ള കപ്പാസിറ്റേഴ്സിൻ്റെതാണ് നമ്മുടെ ചോദിച്ചത്. പക്ഷെ നമ്മൾ ചാർജും കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സപ്ലൈ ഡിസ്കണക്ട് ചെയ്തു. സപ്ലൈ ഡിസ്കണക്ട് ചെയ്താലും ഒരു ഡയലക്ട്രിക് കൊണ്ടുവയ്ക്കുന്ന എന്തിനാണ്? ആ ഒരു കപ്പാസിറ്റൻസ് കൂട്ടാനാണ്. അപ്പൊ എന്തായാലും ഡയലക്ട്രിക് കൊണ്ടുവച്ച സ്ഥിതിക്ക് കപ്പാസിറ്റൻസ് മാറും. എത്രയാവും? സി ഡാഷ് എന്ന് പറഞ്ഞാൽ KCക്ക് ഈക്വൽ തന്നെ ആവും. അത് എത്ര തന്നെയാവും? 106 പൈക്കോ ഫാരഡ് തന്നെ ആവും. അവധി സപ്ലൈ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ വോൾട്ടേജ് ഇല്ല. ഇതിന് അക്രോസ് എന്തില്ല മക്കളെ? വോൾട്ടേജ് ഇല്ല. പക്ഷെ ചാർജ് നേരത്തെ കണക്ട് ചെയ്ത ആ ചാർജ് അവിടെ തന്നെ ആണെങ്കിൽ സപ്ലൈ ഡിസ്കണക്ട് ചെയ്താൽ ആ ചാർജ് എന്ത് ചെയ്യും? അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ചാർജ് എത്രയായിരിക്കും? നേരത്തെ ഉള്ള ചാർജ് കപ്പാസിറ്റർ വെക്കുന്നതിന് മുമ്പുള്ള ചാർജ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 17.7 ഇൻറ്റു 10⁻10 കൂളോംബ് ആയിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ ചാർജ് എത്ര വരും? 17.7 ഇൻറ്റു 10⁻10 കൂളോംബ് ആയിരിക്കും ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ പൊട്ടൻഷ്യൽ അക്രോസ് ദ പ്ലേറ്റ്സ് എത്രയാവും? നമുക്കറിയാം V ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? Q ഡാഷ് ബൈ C ആണ്. Q ഡാഷ് ബൈ C അല്ല,
ക്യൂ മാറുന്നില്ലല്ലോ, ക്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, ക്യൂ ബൈ സി ഡാഷ് ആണ്. അപ്പൊ എത്ര വരുവാടാ? ക്യൂ എന്ന് പറയുന്നത് 17.7 ഇൻറ്റു 10⁻⁻10 ഡിവൈഡഡ് ബൈ 106 എന്ന് വരും. കാരണം കപ്പാസിറ്റൻസ് മാറി, അതുകൊണ്ടാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യുന്നത്, പൊട്ടൻഷ്യൽ മാറുന്നത്. അപ്പൊ എത്ര കിട്ടും? 16.7 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ. വോൾട്ടേജ് റിമെയിൻ കണക്റ്റഡ് ആയാലും സപ്ലൈ ഡിസ്കണക്റ്റഡ് ആയാലും നമുക്കിവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, കപ്പാസിറ്ററിൽ എന്ത് സംഭവിക്കുമെന്നായിരുന്നു. കപ്പാസിറ്റേഴ്സ് എന്ത് ചെയ്യും? KC ആയിട്ട് മാറും. ഇനി സപ്ലൈ കണക്റ്റഡ് ആയാൽ അവിടെ എന്ത് ചെയ്യും? ചാർജ് മാറും. Q ഡാഷ് എന്തെങ്കിലും ഈക്വലാവും? C ഡാഷ് Vക്ക് ഈക്വലാവും. C ഡാഷ് നമുക്കറിയാം, അപ്പൊ എന്ത് ചെയ്യും? V കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? Q ഡാഷ് കിട്ടും. ഇനി സപ്ലൈ ഡിസ്കണക്ട് ആകുമ്പോൾ അവിടെ വോൾട്ടേജ് ഇല്ല, അവിടെ എന്ത് ചെയ്തു നമുക്ക്, പക്ഷേ ചാർജ് ആയിരിക്കും അവിടെ കോൺസ്റ്റന്റ്. അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇത് കണ്ടുപിടിക്കാം. എന്താണ്? ചാർജ് ഡിവൈഡ് ബൈ പുതിയ കപ്പാസിറ്റൻസ്. അപ്പൊ എത്ര കിട്ടും? 16.7 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 2.10. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? എ ടോൾ PF കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു എ 15 വോൾട്ട് ബാറ്ററി. ഹൗ മച്ച് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്താ? സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്ററിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഹാഫ് CV സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ഹാഫ് QV Q സ്ക്വയർ ബൈ 2C എടുക്കാം. ഇവിടെ നമുക്ക് സിയും വി ഉള്ളതുകൊണ്ട് ഹാഫ് CV സ്ക്വയർ. അപ്പൊ എന്ത് എഴുതാം? ഹാഫ് ഇൻറ്റു C എത്രയാണ്? 12 ഇൻറ്റു 10⁻12 ഇൻറ്റു V എത്രയാണ്? 50 അതിന്റെ സ്ക്വയർ. അപ്പൊ എത്ര കിട്ടൂടാ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 20 വെട്ടി 6 എന്ന് എഴുതാം. അപ്പോ 6 ഇൻറ്റു 10⁻12 ഇൻറ്റു 25 ഇൻറ്റു 10 സ്ക്വയർ എന്ന് വരും. ഇത് എത്ര കിട്ടും? 1.5 ഇൻറ്റു 10⁻8 ജൂൾ എന്ന് കിട്ടും. എത്ര കിട്ടും? 1.5 ഇൻറ്റു 10⁻8 ജൂൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2.11. A 600 PF capacitor is charged by a 200 volt supply. ഒരു 600 PF capacitor എന്ത് ചെയ്യുന്നു? 200 volt supply വഴി ചാർജ് ചെയ്യുന്നു. It is then disconnected from the supply and is connected to another uncharged 600 PF capacitor. How much electrostatic energy is lost in this process? ആദ്യം ഒരു 600 PF കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, അത് 200 വോൾട്ട് സപ്ലൈ വെച്ച് ചാർജ് ചെയ്യുന്നു. എന്നിട്ട് അത് ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു സപ്ലൈ ചെയ്യുന്ന, എന്നിട്ട് അനദർ ആയിട്ടുള്ള അൺചാർജ്ഡ് ആയിട്ടുള്ള 600 PF കപ്പാസിറ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യും. എങ്കിൽ ഇവിടെ ലോസ്റ്റ് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എത്രയാണ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനിഷ്യലി കപ്പാസിറ്റൻസ് എത്രയായിരുന്നു? 600 PF ആയിരുന്നു. അപ്പോൾ ഉള്ള വോൾട്ടേജ് എത്രയാണ്? 200 വോൾട്ട് ആണ്. കണക്ട് ചെയ്ത സപ്ലൈ ചെയ്ത വോൾട്ട് 200 വോൾട്ട് ആണ്. അപ്പൊ സ്റ്റോർ ചെയ്ത ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എത്രയാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എത്ര വരുവാടാ? ഹാഫ് CV സ്ക്വയറിന് ഈക്വലാവും. ഹാഫ് CV സ്ക്വയർ അത് എത്ര വരും? ഹാഫ് ഇൻറ്റു 600 ഇൻറ്റു 10⁻12 ഇൻറ്റു 200 ദ ഹോൾ സ്ക്വയർ. അപ്പോ ഇത് രണ്ടും കൂടെ വെട്ടി 3 എന്ന് എഴുതാം. 300 ഇൻറ്റു 10⁻12 ഇൻറ്റു 4 ഇൻറ്റു 10⁻4 എന്ന് വരും. ദാറ്റ് ഈസ് എത്ര കിട്ടും? 1.2 ഇൻറ്റു 10⁻5 ജൂൾ എന്ന് വരും. ഇത് ഇനിഷ്യലി ഉള്ള ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയാണ്. ഇനിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്തോ നടക്കുന്നത്? സപ്ലൈ ഡിസ്കണക്ട് ചെയ്യുന്നു. സപ്ലൈ ഡിസ്കണക്ട് ചെയ്തിട്ട് വേറൊരു 600 PF ഉള്ള കപ്പാസിറ്റർ ഇതുമായിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? മാറും. അപ്പൊ ഇവിടെ 2 കപ്പാസിറ്റർ വന്നില്ല. അപ്പൊ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? അവിടുത്തെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ 1/C ഈക്വലന്റ് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യും? 1/C1 പ്ലസ് 1/C2 എടുക്കും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എത്ര വരും? 1/600 പ്ലസ് 1/600 വരും. ദാറ്റ് ഈസ് 2/600. അപ്പൊ C ഈക്വലന്റ് എത്ര കിട്ടൂടാ? 300 പൈക്കോഫാരഡേ എന്ന് എഴുതാം. ഇപ്പോൾ ഉള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയായി? 300 പൈക്കോഫാരഡേ ആയി. ഇനി ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി കണ്ടുപിടിക്കണം. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എന്ന് പറയുന്നത് എന്ത് വരും? ഹാഫ് C ഈക്വലന്റ് V സ്ക്വയറിന് ഈക്വലാവും. അതായത് ഹാഫ് ഇൻറ്റു 300 ഇൻറ്റു 10⁻12 ഇൻറ്റു V എത്രയാ മക്കളെ? 200 അല്ലേ? അപ്പൊ 200 ഹോൾ സ്ക്വയർ. അപ്പൊ എത്ര കിട്ടൂടാ? 0.6 ഇൻറ്റു 10⁻5 ജൂൾ എന്ന് വരും. ഓക്കെ അല്ലേ? 0.6 ഇൻറ്റു 10⁻5 ജൂൾ എന്ന് വന്നു. അപ്പം ഇനിഷ്യലി ഉണ്ടായിരുന്ന എനർജി 1.2 ഇൻറ്റു 10⁻5. ഇപ്പൊ എത്രയായി? 0.6 ഇൻറ്റു 10⁻5. അപ്പൊ ഇവിടെ നിന്ന് ലോസ് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി
ഇലക്ട്രോസ്റ്റാറ്റിക് എനർജിയിൽ ഉണ്ടായ ലോസ് എന്ന് പറയുന്നത് എത്ര വരും ഇവിടെ? 1.2 ഇൻറ്റു 10⁻⁵ മൈനസ് 0.6 ഇൻറ്റു 10⁻⁻⁵ ഈസിക്കൽ ടു എത്ര കിട്ടും? 0.6 ഇൻറ്റു 10⁻⁻⁵ ജൂൾ എന്ന് കിട്ടും, അല്ലെങ്കിൽ 6 ഇൻറ്റു 10⁻⁻�6 ജൂൾ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ലോസ്റ്റ് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എന്ന് പറയുന്നത് എത്രയാണ്? 6 ഇൻറ്റു 10⁻⁻�6 ജൂൾ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ?